പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന രക്ഷ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിവോടെ സ്വീകരിക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമേ. ഇന്ന് യോശാന തിരുനാളില് കർത്താവെ, അങ്ങയുടെ രക്ഷ സ്വന്തമാക്കുവാൻ വേണ്ടി, അതുപോലെ ആഗ്രഹിക്കുവാൻ, അതിനുവേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകൾ ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾ സ്വന്തം കഴിവ് കൊണ്ട് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കർത്താവെ, അങ്ങയെ കൂടിയേ തീരൂ. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതറിഞ്ഞ് അങ്ങയെ വിളിച്ചപേക്ഷിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവ്, ഈ തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ ജീവിതങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും കർത്താവെ, ഈ ദിവസങ്ങളില് പരീക്ഷ എഴുതുന്ന മക്കള്, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കള്, അവരുടെ വാല്യുവേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെയും, എല്ലാ മേഖലകളെയും കർത്താവെ അങ്ങയുടെ ശക്തമായ ഇടപെടലിലൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ. മാതാവേ, കൃപ നിറഞ്ഞ അമ്മേ, കർത്താവ് കൂടെയുള്ള അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് ഓശാന തിരുനാൾ ആഘോഷിക്കണം. ഒരു വലിയ നിലവിളിയുടെ ചരിത്രമാണ് ഓശാന എന്നുള്ള തിരുനാളിന്റെ അടിസ്ഥാനം. ഇസ്രായേൽ ജനം കർത്താവിനെ ജെറൂസലേമിലേക്ക് ഓശാന വിളികളോടെ സ്വീകരിച്ചതിന്റെ വലിയൊരു ഓർമ്മ, ഒരു ചരിത്രം, അതൊരു നിലവിളിയുടെ ചരിത്രമാണ്. ഓശാനത്തിന്റെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ഇപ്പോൾ ഞങ്ങളെ രക്ഷിച്ചാലും ആ ഒരു നിലവിളിയാണ് എന്ന് പറഞ്ഞാല് ചരിത്രം നമുക്കറിയാം. ഒത്തിരി അടിമത്തത്തിൽ കഴിയുന്ന ജനം, ഇപ്പോൾ ആ ജനം, യഹൂദ ജനം റോമിന്റെ അടിമത്തത്തിലാണ്. റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തില് കപ്പം കൊടുത്ത് ആ ജീവിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അവരുടെ പ്രതീക്ഷ ഒരു രക്ഷകൻ വരും. ആ രക്ഷകന് ഈശോയിൽ അവർ കണ്ടിരുന്നു. അതുകൊണ്ട് ഈശോയെ ഈ റോമിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വിമോചനായകനായിട്ട് അവർ കണ്ട് ഈശോയിൽ അത് പ്രതീക്ഷ വച്ചിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈശോ ജെറൂസലേമിലേക്ക് വരുമ്പോ ഈ ജനം ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, ഞങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന്, ഈ റോമിന്റെ സാമ്രാജ്യത്വത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഈ ജനം ഉച്ചത്തിൽ നിലവിളിക്കുന്ന, ഓശാന ഓശാന, ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും. ഈശോ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം സംസ്ഥാപിതമാക്കാനാണ്. ഈ ലോകരാജ്യത്തിന് വേണ്ടിയല്ല ഈശോ വന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന രാജ്യം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. നമുക്കറിയാം, പഴയ നിയമത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോ, വിശുദ്ധ ബൈബിളിലൂടെ കടന്ന് മുഴുവൻ പോകുമ്പോ നമ്മൾ കാണുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. ദൈവം ഭരിക്കണം. ഇസ്രായേൽ ജനം സാമുവേലിനോട് രാജാവിനെ ചോദിക്കുമ്പോ ദൈവം പറഞ്ഞിട്ടുണ്ട്, അവരെന്നെയാണ് തിരസ്കരിക്കുന്നത്, എന്നെ ഉപേക്ഷിച്ചു, നിന്നെയല്ല എന്നെ. ദൈവത്തിന്റെ വലിയ ആഗ്രഹം ദൈവം ഭരിക്കണം. കാരണം എന്നാലേ ശരിയാവുള്ളൂ. എന്നാൽ ഇന്ന് രാജ്യഭരണം, രാജാവ് ഭരിക്കുന്നു. ഡെമോക്രസി, ജനങ്ങൾ ആളുകളെ എലക്ട് ചെയ്യുന്നു. ജനാധിപത്യം, ആധിപത്യം ജനത്തിനാണെന്ന് പറയും. ഇത് വേറൊരു തലം. ദൈവത്തിന്റെ ആഗ്രഹം തിയോക്രസി എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കും. അപ്പൊ ദൈവം ഭരിക്കുന്ന
ദൈവരാജ്യം സംസ്ഥാപിതമാക്കാന് ഈശോ വന്നേ. എന്നാൽ ഈ ജനം ഭൗതികമായിട്ട് ഈശോയെ കണ്ടു. റോമന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഇതാ അവർ നിലവിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സംസ്ഥാപിതമാക്കിയാലാണ് രക്ഷപ്പെടുന്നത്. ഇന്ന് ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വരുമ്പോ നമ്മളൊക്കെ വലിയൊരു അടിമത്തത്തിൽ കഴിയാണ്. ലോകാരൂപിയുടെ പൈശാചിക സ്വാധീനങ്ങളുടെ ഒത്തിരിയേറെ അന്ധകാര ശക്തികളുടെ അടിമത്തത്തില് നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോ ദൈവമല്ല ഭരിക്കുന്ന പിശാചിന്റെ ഭരണം, അവനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആധിപത്യങ്ങള്, അവന്റെ ബന്ധത്തിൽ കഴിയുന്ന മക്കള്, പാപത്തിന്റെ മ്ലേച്ഛതയുടെ ഒത്തിരി ദുശീലങ്ങളുടെ, ജഡിക പാപത്തിന്റെ, ലഹരിയുടെ, കലഹത്തിന്റെ, യുദ്ധത്തിന്റെ, തീവ്രവാദത്തിന്റെ, പിശാചിന്റെ കൊല്ലുന്ന ഒരു സമൂഹമുണ്ട്. കൊല്ലുന്ന മതം, ഇല്ലാതാക്കുന്ന നശിപ്പിക്കുന്ന തീവ്രവാദ മതം. അങ്ങനെ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോ പിശാചിന്റെ പിടിയിലാണ്, പിശാചിന്റെ അടിമത്തം. അതുകൊണ്ട് അവിടെ ദൈവരാജ്യം സംസ്ഥാപിതമാക്കപ്പെടണം. നമ്മുടെയൊക്കെ മക്കളെ നോക്കുമ്പോ എന്തെല്ലാം അടിമത്തങ്ങൾ കഴിയും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ജഡികാസക്തിയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരിയേറെ കാര്യത്തിന്റെ അടിമത്തത്തിലാണ്. ഈ അടിമത്തത്തിൽ കഴിഞ്ഞാൽ ലോകം രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തില് ഓശാന എന്നുള്ള വിളി, നിലവിളി അതിശക്തമായിട്ട് ഉയരണം. ദൈവമേ, നീ വരണം, നീ ഭരണം ഏറ്റെടുക്കണം, നിന്റെ ആധിപത്യം സംസ്ഥാപിതമാക്കണം, നിന്റെ പരമാധികാരം ഇവിടെ സംസ്ഥാപിതമാക്കണം, നിന്റെ രാജ്യം ഇവിടെ സംസ്ഥാപിതമാക്കണം, നിന്റെ തിരുമനസ് നിറവേറപ്പെടണം. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെ അതുപോലെ വിളിച്ച് ഇടപെടുത്തേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പാപത്തിന്റെ ആധിപത്യങ്ങള്, പാപത്തിന്റെ ശാപങ്ങള്, പാപത്തിന്റെ കടങ്ങള്, പാപത്തിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങള്, അങ്ങനെ പിശാചി അടക്കി ഭരിക്കുന്ന രാജ്യങ്ങള്, അടക്കി ഭരിക്കുന്ന സമൂഹങ്ങള്, പിശാചി അടക്കി ഭരിക്കുന്ന പിശാചിന്റെ മതങ്ങള്, പിശാചി അടക്കി ഭരിക്കുന്ന രാജ്യങ്ങള്, നേതാക്കന്മാര്, എന്താ പറയാ, രാഷ്ട്രീയ നേതാക്കന്മാര്, ചില രാഷ്ട്രീയ പാർട്ടികള്, പിശാചിനാൽ നയിക്കപ്പെടുന്ന പാർട്ടികള്, പിശാച് നിയന്ത്രണം വെച്ചിരിക്കുന്ന മക്കള്, പിശാച് നയിക്കുന്ന കുടുംബങ്ങള്. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, പിശാച് അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ ലോകത്തെ രാജ്യങ്ങളെ, സമൂഹങ്ങളെ, കുടുംബങ്ങളെ അനേക മക്കൾ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടുത്തി, മതത്തിൽ അടിമപ്പെടുത്തി, തെറ്റായ സ്നേഹബന്ധത്തിൽ അടിമപ്പെടുത്തി, ജഡിക പാപത്തിൽ അടിമപ്പെടുത്തി, അങ്ങനെ അനേകം പൈശാചിക ശക്തികളുടെ കെണിയിലും വലയിലും കുരുങ്ങിക്കിടക്കുന്ന അനേകം മക്കളുണ്ട്. മൊബൈലിനെ പിടിപ്പെട്ട് കിടക്കുന്ന മക്കള്. ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും, ഞങ്ങളുടെ മക്കളെ മോചിപ്പിച്ചാലും ഈ നിലവിളിയാണ് മക്കളെ ഈ ഓശാനയുടെ അടിസ്ഥാന ചരിത്രം. അന്നത്തെക്കാളുമേറെ അന്ന് യഹൂദജനം നിലവിളിച്ച നിലവിളിയേക്കാൾ ഒരു 10,000 മടങ്ങ് ശബ്ദത്തിൽ, ഉച്ചത്തിൽ നിലവിളിച്ച് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഓശാന, കർത്താവേ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും. യുദ്ധങ്ങള്, ലോകമാകപ്പാടെ യുദ്ധഭീതിയിൽ അനന്തരമായ അതിൻ്റെതായ ഒത്തിരിയേറെ അനന്തര ഫലങ്ങള് നമുക്കറിയാം. ഇന്ന് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെയേറെ വിലക്കയറ്റം വരാൻ പോകുന്നു. ഓൾറെഡി വന്നു കഴിഞ്ഞു. പല പല പ്രശ്നങ്ങള്, ശത്രുത, ആക്രമണങ്ങള്, ഒത്തിരി കാര്യങ്ങള്. ഇന്ന് ലോകത്തിലേക്കൊന്ന് കണ്ണൂർ നോക്കിയേ. ഭീതിയുടെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു അവ്യക്തത എന്താ സംഭവിക്കാൻ പോണേ. അതുപോലെ അന്ധകാരത്തിന്റെ ആ ശക്തി, ലോകത്തിന്റെ അരൂപി, ദുഷ്ടപിശാച്, സാത്താന്റെ വർഗങ്ങള് ഒത്തിരിയേറെ ആധിപത്യം പുലർത്തിയിരിക്കുന്ന, അടക്കി ഭരിക്കുന്ന ഈ ലോകത്തില്, ഈ സമൂഹത്തില് നമ്മൾ വിളിക്കുന്ന മക്കളെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ദൈവത്തിന് മാത്രമേ പറ്റൂ, ആ കർത്താവിന് മാത്രമേ പറ്റൂ. ആ കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കണം. ഞാൻ പറയും, 2026 ഈ വലിയ ആഴ്ച വളരെയേറെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് മക്കളെ. ഇനി അങ്ങോട്ട് കരുണയുടെ തിരുനാൾ
വലിയ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മക്കളെ. നമ്മൾ ഇന്ന് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുന്നത് തന്നെ ഈ നിലവിളിയോടെയാണ്. ഓശാന, ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും. ഇനി കർത്താവ് ചെയ്യുന്ന രക്ഷാകര പ്രവൃത്തികളെ കാരണസഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഇനി നാളെയും മറ്റുള്ള ഈ ദിവസങ്ങളിലും നമ്മൾ കർത്താവിന്റെ കുരിശുമരണത്തിലേക്ക്, യഥാർത്ഥമായ രക്ഷ നേടിത്തന്ന കുരിശുമരണത്തിലേക്ക്, ആ കുരിശുമരണത്തിലൂടെ പിശാച് ഈ ലോകത്തിന് നൽകിയ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സത്യസുവിശേഷം നമ്മളിവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ്. ക്രൂശിതന്റെ സുവിശേഷം, അതിന്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ കുറെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കർത്താവ് അതിനുവേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ, രക്ഷിക്കാൻ വേണ്ടി ഈ നിലവിളിക്ക് ഉത്തരമായിട്ട് കർത്താവ് ചെയ്യുന്ന രക്ഷാകര പ്രവൃത്തികൾ, അത് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി സ്വന്തമാക്കണം. അത് സ്വന്തമാക്കി എടുത്തുകൊണ്ട് കുടുംബത്തിനും ലോകത്തിനും മനുഷ്യവർഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈ കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളി ഈ ഓശാന നിലവിളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലവിളിയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനോടുള്ള ഒരുമിച്ചുള്ള നിലവിളിയാണ് ഓശാന എങ്കിൽ ഉറപ്പ് നമ്മുടെ നിലവിളിയിൽ കർത്താവ് ഇടപെടും. ആ നിലവിളിക്ക് ഉത്തരമായിട്ടാണ് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചതും കർത്താവ് പീഡകൾ സഹിച്ചതും കുരിശിൽ മരിച്ചതും അവസാനം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യമായിട്ട് മാറിയതും ഈ നിലവിളിയുടെ പ്രത്യുത്തരമാണ്. ഇന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലും തന്റെ രക്ഷാകര പ്രവൃത്തികൾ പൂർത്തിയാക്കും. പ്രാർത്ഥനയോടെ നമുക്ക് വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന തിരുനാളിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, പൗരോഹിത്യത്തിനു വേണ്ടി, സന്യാസ സമർപ്പണ ജീവിതത്തിനു വേണ്ടി നിലവിളിക്കാം. ഓശാന, കർത്താവേ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാൽ. അടിമപ്പെട്ട് കിടക്കുന്ന മക്കള്, ലോകാരൂപിക്ക് അടിമപ്പെട്ട്, ജനികാസക്തികൾക്ക് അടിമപ്പെട്ട്, പിശാചിന് അടിമപ്പെട്ട് പല പല കെണികളിലും വലകളും കുടുങ്ങിക്കിടക്കുന്ന മക്കള്, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, അവർക്കെല്ലാം വേണ്ടി നിലവിളിക്കാം. ഓശാന. ഈ നിലവിളിയോടെ നമുക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി പറയുകയാണ്, നമ്മുടെ ശുശ്രൂഷ, ഈ സന്ദേശങ്ങളൊക്കെ അനേക മക്കൾ ലോകം മുഴുവനും അറിയേണ്ട സത്യ സന്ദേശങ്ങളും സുവിശേഷവുമാണ്. മാക്സിമം പങ്കുവെച്ചു കൊടുക്കുക, അനേകരോട് പറയുക. ഇനി അങ്ങോട്ട് വലിയ ആഴ്ചയിലെ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരുണ സ്വന്തമാക്കണം. വേറെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. മക്കളെ രക്ഷപ്പെടുത്താൻ ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. മക്കൾ പങ്കെടുക്കുന്നില്ലെങ്കിലും മക്കളോട് പറയുക, നിങ്ങൾ ആ മക്കളെ ചേർത്ത് പിടിച്ച് ഈ ശുശ്രൂഷകളില് കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചാലും. ഓശാന. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ഏകരക്ഷകൻ. അതിന്റെ കാരണങ്ങളും അതിന്റെ അവസ്ഥകളുമൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവേ, ഞങ്ങളുടെ ഇന്ന് ലോകത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില് പല പല അടിമത്തങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന പൈശാചിക ഭരണത്തിന്റെ കീഴിലായിരിക്കുന്ന ഒത്തിരിയേറെ മേഖല. അന്ന് യഹൂദജനം റോമിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓശാന പാടി അങ്ങയെ സ്വീകരിച്ചു. എന്നാൽ കർത്താവേ, അങ്ങ് വന്നത് ഈ ലോകത്തിന്റെ രാജ്യത്തിന് വേണ്ടിയല്ല. അങ്ങ് വന്നത് ദൈവരാജ്യം സംസ്ഥാപിതമാക്കാൻ വേണ്ടിയാ. അങ്ങ് ഭരിക്കണം, അങ്ങ് നിയന്ത്രിക്കണം. അതിനുവേണ്ടി പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് അങ്ങയുടെ മക്കളെ മോചിപ്പിക്കുന്ന അങ്ങയുടെ യഥാർത്ഥമായ രക്ഷാകര പ്രവൃത്തിയിലൂടെയാണ് ഈ ലോകം മുഴുവനും മനുഷ്യർക്ക് മുഴുവനും യഥാർത്ഥമായ രക്ഷ പ്രാപിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്ന് ഈ ഓശാന തിരുനാളില് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്,
മരുമക്കള്, സഹോദരങ്ങള്, പേരക്കിടാങ്ങള്, അമ്മായിപ്പൻ, അമ്മായിമ്മ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ചും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പല പല അടിമത്തത്തില്, ദുശീലങ്ങളില്, തർക്കദോഷങ്ങളില്, പിശാചിന്റെ പിടിയില് അവന്റെ കെണിപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവെ, അങ്ങേക്കല്ലാതെ വേറെ ആർക്കും മോചിപ്പിക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവോടെ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുന്ന കർത്താവെ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ രക്ഷിച്ചാലും ഹോശാന കർത്താവ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, ഇവർ പ്രാർത്ഥിക്കുന്ന ഇവരുടെ മക്കൾക്ക് വേണ്ടി കർത്താവെ, സഭയ്ക്ക് വേണ്ടി, പൗരോഹിത്യത്തിന് വേണ്ടി, സന്യാസ ജീവിതങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേക്ക് പറ്റും. ഇന്ന് ലോകത്തിലെ സംഭവങ്ങൾ, യുദ്ധങ്ങള്, ഭീകര പ്രവർത്തനങ്ങള്, പിശാചിന്റെ മതം, പിശാചിന്റെ സമൂഹങ്ങൾ, എന്നിട്ട് സമാധാന മതം എന്നൊക്കെ പറഞ്ഞ് പിശാചിന്റെ സ്വന്തമായ മതവിഭാഗം ആവശ്യപ്പെടുമ്പോ കർത്താവേ, അങ്ങേക്ക് മാത്രമേ സമാധാനം തരാൻ പറ്റൂ. കൊന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കിയല്ല, അങ്ങയെ സ്വന്തമാക്കി കർത്താവെ അങ്ങ് ഭരിക്കുന്ന ഒരു തലത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ ലോകം മുഴുവനും കടന്നു വരണം. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹോശാന. എല്ലാ മനുഷ്യ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മക്കൾക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയോട്. ഹോശാന. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്യാസ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും പിശാചിന്റെ പിടിയിൽ നിന്ന്, അവന്റെ ആധിപത്യത്തിൽ നിന്ന്, അവന്റെ അധിനിവേശത്തിൽ നിന്ന്, അവന്റെ അവകാശത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണം, സഭയെ മോചിപ്പിക്കണം, ലോകരാജ്യങ്ങളെ മോചിപ്പിക്കണം, രാഷ്ട്രീയ അധികാരികളെ മോചിപ്പിക്കണം, പിശാചിന്റെ മതങ്ങളെ അങ്ങ് വിടുവിക്കണം, അങ്ങ് ഭരിക്കണം. എല്ലാ മക്കളെയും അങ്ങ് ഭരിക്കണം, എല്ലാ രാജ്യങ്ങളെയും അങ്ങ് ഭരിക്കണം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മക്കളെയും അങ്ങ് ഭരിക്കണം. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോശാന തിരുനാളില് കർത്താവെ, വലിയ തിരിച്ചറിവോടെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷാകര രഹസ്യങ്ങളും അങ്ങ് ചെയ്യുന്ന രക്ഷാകര പ്രവൃത്തികളും അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഹോശാന വിളികളോടെ ഈ വെള്ളിയാഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ വിളി കേട്ടുകൊണ്ട് കർത്താവ് ചെയ്യുന്ന രക്ഷാകര പ്രവൃത്തികൾ സ്വന്തമാക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലോകം മുഴുവനും ഇടയാകട്ടെ. ഈ നോമ്പിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നോമ്പിന്റെ ചൈതന്യം കർത്താവെ ലോകം മുഴുവനും നിറയട്ടെ. സഭ മുഴുവനും കർത്താവെ ആചരിച്ച നോമ്പിന്റെ, ഉപവാസത്തിന്റെ, പ്രാശ്ചിത്വത്തിന്റെ, കുരിശിന്റെ വഴിയുടെ, ത്യാഗപ്രവൃത്തിയുടെ അനന്തയോഗ്യതകളെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങേത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോശാന. ഞങ്ങളെ, ഞങ്ങളുടെ ലോകത്തെ, ഞങ്ങളുടെ മക്കളെ ഇപ്പോൾ രക്ഷിച്ചാലും പ്രാർത്ഥനയോടെ കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഞങ്ങളെ രക്ഷിച്ചാലും കർത്താവേ, ഹോശാന വിളികളോടെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളെ അങ്ങയുടെ കരങ്ങളെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഹോശാന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഈശോയെ അങ്ങയെ ഏകരക്ഷകനായി ഏറ്റുപറഞ്ഞ് അങ്ങയുടെ രക്ഷ അവകാശപ്പെടാൻ വേണ്ടി ലോകം മുഴുവനും ഒരുമിച്ച് നിലവിളിക്കട്ടെ. ഓശാന. കർത്താവെ, ഞങ്ങളെ രക്ഷിച്ചാലും ഉത്തരം നൽകി ഇടപെടുന്ന കർത്താവെ, അങ്ങയുടെ മക്കളെ ഇറങ്ങി വന്ന് ഇടപെട്ട് അങ്ങ് തന്നെ രക്ഷിക്കണമേ. ആമേൻ.